സാറ് പറഞ്ഞോളൂ. ഞാൻ സാറിനോട് പറഞ്ഞു ഞാൻ പാർക്കിംഗ് ഫീസ് തരില്ല എന്ന് പറഞ്ഞു. പാർക്കിംഗ് ഫീസ് തരണമെങ്കിൽ ഞാൻ 475 പ്രകാരമുള്ള ലൈസൻസ് എന്നെ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ തരില്ല. അതാണ് എന്റെ ഉറച്ച നിലപാടാണ്. അല്ലെങ്കിൽ ഞാൻ പോലീസിനെ ഓൾറെഡി വിളിച്ചിട്ടുണ്ട്. കളമശ്ശേരി പോലീസ് അടക്കം ഇവിടെ വരട്ടെ. കാരണം ഞാൻ നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് കഴിഞ്ഞ തവണ ഭീഷണിപ്പെടുത്തി പണം തട്ടിയതിന് 50 രൂപ എന്റെ കയ്യിൽ നിന്ന് പാർക്കിംഗ് ഫീസ് പിരിച്ചതിന്റെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ. സാർ പരാതി കൊടുത്തിട്ടുണ്ട്. സാറിന് പരാതിയിൽ നടപടി ഉണ്ടായിരുന്നു. എന്റെ പരാതിയിൽ നടപടി ഒരു മിനിറ്റ് സാർ കോടതി പോയെന്ന് പറയുന്നത് ഞാൻ കോടതി പോയിട്ടുണ്ടല്ലോ. ഉണ്ടല്ലോ കോടതി. നിങ്ങൾ പറഞ്ഞ കോടതി കള്ളമാണ് എന്ന് കോടതിക്ക് മനസ്സിലായതുകൊണ്ടാണല്ലോ കോടതി അമിക്കസ് ക്യൂറി വെച്ചേക്കണത്. കോടതിയുടെ പ്രൊസീജിയർ നടക്കുവാണ്. കോടതിയുടെ പ്രൊസീജിയർ നടന്നോട്ടെ എന്ന് എന്റെ കയ്യിൽ നിന്ന് ഞാൻ വീണ്ടും പണം തരാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ലൈവ് പോകാൻ വേണ്ടി സാർ മാത്രം പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞ സാറിനോട് ഇതാണ്. സാറിന് ഞാൻ കോടതി ഒരു വിധി സാറിനുണ്ടെങ്കിൽ സാർ പറഞ്ഞ കോടതി വിധിയായിട്ടുണ്ടെന്ന്. സാറിന് കോടതി വിധിയില്ല. സാർ കോടതി വിധിയുണ്ടല്ലോ. നിങ്ങൾ വിധിയില്ല എന്ന് എന്നോട് പറയരുത്. കാരണം ഞാൻ നിങ്ങൾക്ക് വിധി കാണിച്ചു തരും. നിങ്ങൾ ഇവിടെ പലരോടും പറയുന്നത് അത് തന്നെയാണ്. നിങ്ങൾക്ക് ഏത് ഓർഡറാണ് കണ്ടത് പറയൂ. നിങ്ങൾക്ക് ഓർഡർ ഏതാ കണ്ടത്? അതെന്തിനാ ലൈവ് ഞാൻ കട്ട് ചെയ്യണം? നിങ്ങൾക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഞാൻ പേപ്പർ കാണിച്ചു തരും. നിങ്ങൾ എന്റെ ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ നിങ്ങളെ ഷൂട്ട് ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു അവിടെ ഇരുന്ന് ഷൂട്ട് ചെയ്തു. ഞാൻ നിങ്ങളെ ഷൂട്ട് ചെയ്തു. ഞാൻ അത് തന്നെയാണല്ലോ ഞാൻ പറഞ്ഞത്. സർവിലൻസ് ആണ്. ഞാൻ എന്നെ കാണണ്ടേ? നിങ്ങൾ എന്നെ ഷൂട്ട് ചെയ്തപ്പോൾ നിങ്ങൾ എന്നോട് പെർമിഷൻ ചോദിച്ചോ? സാറിന് വരുമ്പോൾ ലുലുമാളിൽ എഴുതിയിട്ടുണ്ട് സാർ യു ആർ അണ്ടർ CCTV സർവിലിയൻസ്. സാർ എല്ലാവരുടെയും സേഫ്റ്റി കൺസേൺ വെച്ചിട്ട് പെർമിഷനോടെയാണ് ഇവിടെ CCTV വെച്ചിരിക്കുന്നത്. സാറിന് ഷൂട്ട് ചെയ്യാനല്ല. അപ്പൊ എന്നെയാണല്ലോ പേഴ്സണലി വന്നിട്ട് ആ ക്യാമറ അതിന്റെ കൂടെ വന്നിട്ട് എന്നെ ഷൂട്ട് ചെയ്ത് ക്യാമറ ഓൺ ചെയ്യാൻ. ഞാൻ എന്റെ മൊബൈൽ വെച്ച് സാറിനോട് ഷൂട്ട് ചെയ്ത് സംസാരിച്ചില്ലല്ലോ. അയാളുടെ ഡ്യൂട്ടിയിൽ നിങ്ങൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾക്ക് പാർക്കിംഗ് ഫീസ് പിരിക്കാൻ പാടുണ്ടോ അനുമതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. കോടതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യം. എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ നിങ്ങളോട് വ്യക്തമായ ഡോക്യുമെന്റ്സ് അധികം പ്രൊഡ്യൂസ് ചെയ്താൽ മതിയല്ലോ. എന്താ വേണ്ടത്? നിങ്ങൾക്ക് എന്താ വേണ്ടത് പറയൂ. നിങ്ങൾക്ക് പാർക്കിംഗ് ഫീസ് പിരിക്കാനുള്ള ലൈസൻസ് ഇല്ല എന്നതാണ്. നിങ്ങൾക്ക് പാർക്കിംഗ് ഫീസ് പിരിക്കാനുള്ള ലൈസൻസ് ഇല്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞ സാഹചര്യത്തിലും ഉണ്ടല്ലോ. ഹൂയിസ് എന്റെ കയ്യിൽ പേപ്പർ ഉണ്ടല്ലോ. എന്റെ കയ്യിലുണ്ടല്ലോ. യു ചെക്ക്. വരൂ. നിങ്ങൾ ചെക്ക് ചെയ്യൂ. നിങ്ങൾ ചെക്ക് ചെയ്യൂ. നിങ്ങൾ ചെക്ക് ചെയ്യൂ. നിങ്ങൾ ചെക്ക് ചെയ്യൂ. എനിക്ക് എന്റെ കയ്യിൽ നിങ്ങളുടെ കയ്യിൽ ഓർഡർ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇന്നോ അല്ലെങ്കിൽ നാളെ മേടിച്ചോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയണ്ട. എവിടെയാണ് ഞാൻ കാണിച്ചു തരുമെന്ന്. നിങ്ങൾ വെയിറ്റ് ചെയ്യൂന്നേ. ഞാൻ കാണിച്ചു തന്നാ പോരെ നിങ്ങൾക്ക്. നിങ്ങൾ വായിക്കൂ. എന്താണ് സാർ? നിങ്ങളോട് ഇത് വായിക്കാനല്ലേ പറഞ്ഞോളൂ. അതെന്തുകൊണ്ടാണ് വായിക്കാൻ പറ്റാത്തത്? കേരള മുനിസിപ്പാലിറ്റി ആക്ട് 1994 വകുപ്പ് 475 പ്രകാരം സ്വകാര്യ വണ്ടിത്താവളം നടത്തുന്നതിന് അനുമതി കൂടാതെ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നതിന് വകുപ്പ് 511 പ്രകാരം 5000 രൂപ പിഴ ഈ നോട്ടീസ് കൈപ്പറ്റി 7 ദിവസത്തിനുള്ളിൽ ടി ഓഫീസിൽ ഹാജരാക്കേണ്ടതാണ്. അനധികൃത ഫീസ് പിരിക്കുന്ന തുടർന്നുള്ള ഓരോ ലംഘനത്തിനും ഞാൻ ചോദിച്ചത് അതല്ലല്ലോ. നിങ്ങളുടെ കയ്യിലും 475 പ്രകാരമുള്ള ലൈസൻസ് ഇല്ലാതെ പാർക്കിംഗ് ഫീസ് പിരിച്ചതാണ് ഞാൻ ചോദിച്ചത്. കോഴിക്കോട് നഗരസഭയുടെ കാര്യമാണ് കാണിക്കുന്നത്. കോഴിക്കോടായാലും പാലക്കാടായാലും നിങ്ങളുടെ കയ്യിൽ 475 പ്രകാരമുള്ള ലൈസൻസ് എടുക്കൂ. ഞാൻ പോലീസിനെ ഓൾറെഡി വിളിച്ചിട്ടുണ്ടല്ലോ. പോലീസ് വരട്ടെ. പോലീസിനോടുള്ള ബാക്കിയുള്ള ഡോക്യുമെന്റ് ഞാൻ പോലീസിന് സബ്മിറ്റ് ചെയ്താൽ പോരെ? ഞാൻ തെറ്റിദ്ധരിപ്പിക്കണ എന്തിനാണ്? എനിക്കെന്തിനാ തെറ്റിദ്ധരിപ്പിക്കണം? ഞാൻ ഓൾറെഡി പോലീസിനെ വിളിച്ചിട്ടുണ്ടല്ലോ. ഞാൻ നിങ്ങളായിട്ട് തർക്കിക്കേണ്ട കാര്യമുണ്ടോ? എന്റെ വണ്ടി വിടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ തീരുമാനം ഇതാണ്. നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പിടിക്കാൻ ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ 475 പ്രകാരമുള്ള ലൈസൻസ് കാണിക്കൂ. നിങ്ങൾ എപ്പോഴും വന്നുമ്പോൾ ചോദിക്കുന്ന പരിപാടിയാണ് നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്. വേർ ഈസ് യുവർ ലൈസൻസ്? ഐ ആസ്കിംഗ് ദർ. നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് പാർക്കിംഗ് ഫീസ് പിരിക്കുമ്പോ നിങ്ങൾക്ക് അവിടെ കാണിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. 475 പ്രകാരമുള്ള ലൈസൻസ് ചട്ടം ഞാൻ കാണിച്ചു തരണോ? എന്റെ കയ്യിൽ ചട്ടമുണ്ട്. പറയൂ. സാർ പറയുന്ന ചട്ടങ്ങളും സാറ് പറഞ്ഞ് സാറിന് മുന്നേ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, പിരിച്ചിട്ടുണ്ട്, കോടതി പോയിട്ടുണ്ട്, നോട്ടീസ് എല്ലാം ചെയ്തിട്ടുണ്ട്. സാറ്
സാർ പോയിട്ടുണ്ട്. അപ്പൊ സാറിന് കോടതിയിൽ നിന്ന് ഒരു ഓർഡർ ഉണ്ടാവും ഇത് പിരിക്കാൻ പാടില്ല എന്നുള്ളത്, നിങ്ങൾക്ക് പിരിക്കാനുള്ള ലൈസൻസ് എവിടെയെന്നാണ് ഞാൻ ചോദിച്ചോളൂ. നിങ്ങൾക്ക് പിരിക്കാൻ ലൈസൻസ് ഉണ്ടെന്ന് എവിടെ കാണിക്കണു? നിങ്ങൾ അത് കാണിക്കൂ തന്നെ. എന്റെ കയ്യിൽ നിന്ന് പാർക്കിംഗ് ഫീസ് പിരിക്കുമ്പോൾ നിങ്ങൾ ലൈസൻസ് കാണിക്കൂ. നിങ്ങൾക്ക് പിരിക്കാനുള്ള ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കൂ. അതിനല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളല്ലല്ലോ കോടതി പോയത്. ഞാൻ വിളിച്ചോളാം. നിങ്ങൾക്ക് പിരിക്കാനുള്ള അനുമതി ഉണ്ടെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളോട് കോടതി പിരിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളോട് കോടതി പിരിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടോ? അനാവശ്യമായിട്ട് താങ്കൾ ഇത് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ പറഞ്ഞാൽ കേസ് നടക്കുമല്ലോ. അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു പബ്ലിസിറ്റി ഇല്ല. രാവിലെ 10 മണിക്ക് ഞാനിവിടെ രാവിലെ 11:25 ഞാൻ ആ ടൈം കൊടുത്തിട്ടുണ്ട്. ഞാൻ അന്നേരം വന്ന് കയറിയിട്ട് എനിക്ക് ഭക്ഷണം പോലും കഴിക്കാണ്ടാണ് ഞാൻ വന്നേക്കണത്. ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ തന്നെ ഇപ്പൊ എത്ര മണിക്കൂറായി? അരമണിക്കൂറിനടുത്തായി നിങ്ങൾ എന്നെ പിടിച്ചിട്ടില്ല സാർ. ആരും എന്നാ നിങ്ങളത് തുറക്കും. നിങ്ങൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് ആദ്യത്തെ തവണ വന്നിട്ട് ഇവിടെ വിഷയം ഉണ്ടായപ്പോ നിങ്ങൾ പറഞ്ഞു അവിടെ കൊണ്ടിട്ട് കാർഡ് ബാക്കിയുള്ള സാധനം കൂടി കൊണ്ട് വൗച്ചർ അടക്കം കൊണ്ട് കാണിച്ചു. ഞാൻ അവിടെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞിട്ട് രണ്ടാമത്തെ തവണ ഞാൻ ഇവിടെ വന്നപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? പറ്റില്ല എന്ന് പറഞ്ഞു. അത് 10,000 രൂപയ്ക്ക് മേളിൽ 20,000 രൂപയ്ക്ക് മേളിൽ പറഞ്ഞു. 10,000 ഞാൻ പറഞ്ഞ ലോയൽറ്റിയിൽ സാറിന് അത്ര സൈഡിലെ പോയിന്റ് ഉണ്ടെങ്കിൽ സാറിന് അത് മേടിച്ചിട്ട് പോകും. ഞാനിവിടെ ഞാനിപ്പോ ഞാൻ നിങ്ങളുടെ ഷോപ്പിൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് സൗണ്ട് അങ്ങനെ ആയി പോയതുകൊണ്ട് ഞാനിപ്പോ എന്ത് ചെയ്യാൻ? നമ്മൾ പതുക്കെ സാറിന് പ്രശ്നത്തിൽ സംസാരിക്കാൻ തയ്യാറാണ്. സാറ് പറഞ്ഞു എനിക്കൊരു പ്രഷറും ഇല്ല, എനിക്കൊരു വിഷയവും ഇല്ല. ഞാൻ നിങ്ങളോട് എനിക്ക് സംസാരിച്ച് തീർക്കേണ്ട ആളല്ല. ഞാൻ ഓൾറെഡി കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ വിളിച്ച് പോലീസിനെ ഞാൻ സാറിനോട് റിക്വസ്റ്റിന് പോലീസിനെ വിളിക്കേണ്ടതല്ല സാർ. ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ വഴി തടയുന്ന ഒരു കാര്യമാണ്. ഞാൻ നിങ്ങളെ ഞാൻ ഇതിന്റെ ഉള്ളിലോട്ട് മാറ്റിയിടുന്ന കാര്യമില്ല. എനിക്ക് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഫസ്റ്റ് സാർ മാറ്റില്ല എന്ന് പറയുന്നത്. സാർ ഞാൻ വഴി തടഞ്ഞ് സംസാരിക്കും. ഞാൻ വഴി തടഞ്ഞില്ലല്ലോ. എനിക്ക് പോകാൻ വേണ്ടി ഞാൻ ഇവിടെ ഇട്ടേക്കുള്ളൂ. നിങ്ങളല്ലേ എന്നെ തടഞ്ഞിട്ടേക്കണത്. നിങ്ങൾക്ക് പിരിക്കാനുള്ള ലൈസൻസ് ഇല്ലാന്ന് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് പിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ കോടതി? നിങ്ങൾ എന്നോട് പിരിക്കാൻ പറ്റില്ല, പിരിക്കണ്ട എന്ന് പറയുമ്പോ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളോട് പിരിക്കാമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടോ? ഫോൺ തന്നെ വെനിച്ച നമസ്കാരം. ഷോപ്പിങ്ങിന് വന്നതാണ്. പാർക്കിംഗ് ഫീസ് കൊടുക്കാണ്ട് വിടില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. പാർക്കിംഗ് ഫീസ് കൊടുക്കാതെ അവർക്ക് പിരിക്കാനുള്ള ലൈസൻസ് കാണിക്കാതെ ഞാനും പാർക്കിംഗ് ഫീസ് തരില്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട്. പോലീസിനെ വിളിച്ചിട്ടുണ്ട്. കുറച്ചു നേരമായി പോലീസ് വരാം എന്ന് പറയുന്നത്, അല്ലാണ്ട് ഇവിടെ എത്തിയിട്ടില്ല. ഇതേവരെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എന്നെ തന്നെയാണ് വണ്ടി തടഞ്ഞിട്ടേക്കണത്. കഴിഞ്ഞ ദിവസം കോടതി അമിക്കസ് കൂരിയ ബാരിക്കേഡ് എവിടെ ഉണ്ടായല്ലോ ഉണ്ട് ഇത് കിടക്കും. കൂടെ മോനും ഉണ്ട്. എന്തായാലും പോലീസ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരുമോ ഇല്ലയോ എന്നുള്ളത് നമസ്കാരം. ഇവിടെ എത്തിയിട്ടില്ല ആണോ? ഓക്കെ. പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിച്ചത്.
അവർക്ക് കാർ പാർക്കിംഗ് ഫീസ് പിരിക്കാനാണെങ്കിൽ ഒരു 475 പ്രകാരമുള്ള ലൈസൻസ് വേണം. അങ്ങനെ ഒരു ലൈസൻസ് ഇവർക്ക് കൊടുത്തിട്ടില്ല എന്ന് കളമശ്ശേരി മുനിസിപ്പാലിറ്റി അവരുടെ വക്കീലും തന്നെ പറയുന്നു. ഞങ്ങൾക്കുള്ളത് 447 ലൈസൻസാണ്. 447 ലൈസൻസ് എന്ന് പറയുന്നത് കടമുറികൾ ഓപ്പൺ ചെയ്യാനുള്ള ലൈസൻസാണ്. ഇന്നലെ അവർ മത്തങ്ങം മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ പത്രപരസ്യം കണ്ടിട്ടാണ് ഞാൻ ഇന്നിവിടെ ഷോപ്പിങ്ങിന് വന്നത്. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് പാർക്കിംഗ് ഫീസ് പിരിച്ചിട്ടേ അവർ പോകൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. ഓൾറെഡി ഞാനിവിടെ ഒരു അരമണിക്കൂറായി. എന്തായാലും ഇതിനകത്ത് ഇന്ന് തീരുമാനമില്ലാതെ ഞാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം. എന്തായാലും പോലീസ് വരട്ടെ. പോലീസ് വരാമെന്ന് പറയുന്നു. കുറേ നേരമായി പോലീസ് ഇതേവരെ വന്നിട്ടുമില്ല. പോലീസ് വരാതെ ഞാൻ പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. എൻ്റെ സമയത്തിനും വിലയുണ്ട്, ബാക്കിയുള്ളവരുടെ സമയത്തിനും വിലയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്തായാലും പോലീസ് വരട്ടെ. വരുമോ ഇല്ലയോ എന്ന് നോക്കാം. നമസ്കാരം. ഞാൻ കുറേ നേരമായി വിളിക്കുന്നു. എന്നെ ലുലുമാളിൽ ഇവിടെ തടഞ്ഞു വെച്ചേക്കുവാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. ഇവിടുന്ന് ആരും ഇതേവരെ എത്തിയിട്ടില്ല. എന്നെ വിളിച്ചു, ഞങ്ങൾ വേറൊരു ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ഇവിടെ ആരും എത്തിയിട്ടില്ല. എൻ്റെ കൂടെ ഒരു 6 വയസ്സായ മകനും ഉണ്ട്. അരമണിക്കൂറായി ഓൾറെഡി ഞാനിവിടെ തടഞ്ഞിട്ടേക്കണം. ഓക്കെ, ഞാൻ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഞാൻ വിളിച്ചിരുന്നു. ഇവിടുന്നുണ്ടല്ലോ ആ സാധനം അങ്ങ് തട്ടിയിട്ട് അവിടുന്ന് അങ്ങ് പോയാ എത്തി. എന്നിട്ട് അവിടുന്ന് അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങ് പോയാ നേരെ വീട്ടിലേക്ക് പോയാ കിട്ടി. വഴിയോ? വഴി എന്തിനാ നോക്കണത്? അപ്പച്ചെന്താ വഴിയൊക്കെ മറന്നുപോയോ അവിടെ നിൽക്കാൻ? ഈ ഗേറ്റിന്റെ ആണി ഇവിടുന്ന് ഊരി പൊട്ടിച്ചെടുക്കണം. താന്ന് നടക്കുമ്പോ സ്ഥലം എന്തിന് അന്ന് വീട്ടിലേക്ക് പോവാൻ. പോലീസ് നമ്മുടെ സംരക്ഷണത്തിനുള്ളതല്ലേ? പോലീസിനെ വിളിച്ചിട്ടുണ്ടല്ലോ. പോലീസ് വരുമോ ഇല്ലയോ നോക്കിയിട്ട് പോകും. കേരള പോലീസ് ജനങ്ങളെ സംരക്ഷിക്കുമോ അത് യൂസഫലിയെ സംരക്ഷിക്കുമോ നോക്കാന്നേ അല്ലേ? പോലീസ് ആരുടെ ഒപ്പമാണ് നിന്ന് വ്യക്തമാവുമല്ലോ ഇല്ലേ? ഇന്ന് പോലീസിന്റെ നിലപാടുകൾ ഇന്ന് നമുക്കറിയാലോ ഇല്ലേ? അത് പോലീസല്ല, ഇത് ലുലുവിലെ സ്റ്റാഫാണ്.
ഈ യൂസഫ് അലി അല്ലെങ്കിൽ ലുലു ഗ്രൂപ്പ് അയാളുടെ തൃശ്ശൂർ വൈമാളുണ്ട്, അവിടെ എന്താ അയാൾ പാർക്കിംഗ് ഫീസ് മേടിക്കാത്തത്? തിരുവനന്തപുരത്ത് ഇപ്പോൾ ഒരു മാൾ തുടങ്ങിയിട്ടുണ്ടല്ലോ, അതിനെന്താ പാർക്കിംഗ് ഫീസ് മേടിക്കാത്തത്? ഹൈദരാബാദിൽ ഇന്ന് ഞാൻ ഹൈദരാബാദിൽ 1-2 മിലിറ്ററി ഉദ്യോഗസ്ഥരുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അവിടെ ഒന്നും ഒരു മാളുകളിലും പാർക്കിംഗ് ഫീസ് പിരിക്കുന്നില്ല. ഇവിടെ മാത്രമാണ്, അല്ലെങ്കിൽ ഇവർക്ക് എന്തും കാണിക്കാം, അല്ലെങ്കിൽ കേരള പോലീസിൻ്റെ സ്വാധീനത്തിലാണ്. കാരണം ഞാനിപ്പോൾ അറിയാം നിങ്ങൾക്ക് ഏതാണ്ട് എത്ര മിനിറ്റ് ആയി എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതേവരെ പോലീസ് വന്നിട്ടില്ല. ഒരു ആവശ്യഘട്ടത്തിൽ പോലീസിനെ വിളിച്ചാൽ ആ സമയം പോലീസ് വരേണ്ട പോലീസാണ് ഈ ഒരു 1/2-3 മണിക്കൂറായിട്ട് വന്നിട്ടില്ല. എൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ഇവിടെ ഓരോ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഒന്ന് ആലോചിച്ചാൽ മതി. ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് നല്ലൊരു ഭരണം ഉണ്ടാകും എന്ന കണക്കൂട്ടലാണ്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം ക്രൈം നന്ദകുമാർ അടക്കം രേഖകൾ സഹിതം മുഖ്യമന്ത്രി പിണറായി വിജയന് ലുലുവിൽ 1000 കോടി രൂപയുടെ ഇൻവെസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അതൊന്നും എൻ്റെ വിഷയമല്ല. മുഖ്യമന്ത്രി ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണെങ്കിൽ ഹൈക്കോടതിയിൽ ഇവർ കൊടുത്തേക്കണ അഫിഡവിറ്റിൽ അവർക്ക് ലൈസൻസ് ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ലൈസൻസ് ഇല്ലാത്ത സാധനത്തിന് ഞാനെന്തിനാ പാർക്കിംഗ് ഫീസ് കൊടുക്കണം? ഇയാൾക്കെതിരെ, യൂസഫ് അലിക്കെതിരെ കഴിഞ്ഞ ദിവസം എൻ്റെ കയ്യിൽ നിന്നും ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്തു എന്ന് പറഞ്ഞൊരു കേസ് ഞാൻ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുള്ളതാണ്. അതിൽ നടപടിയെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ DGPക്കും പരാതി കൊടുത്തിട്ടുണ്ട്. എൻ്റെ പരാതിയിൽ എന്ത് നടപടിയെടുത്തുവെന്നും ഇതിനകത്ത് എന്ത് തീരുമാനം എടുക്കുമെന്നും എനിക്കറിയണമെന്നേ ഞാനും പറഞ്ഞു. ബെനിച്ച അവർ താക്കോല് ഊരിക്കൊണ്ടുപോയോടാ? ഊരിക്കൊണ്ടുപോയടാ? അവരിവിടെ കൈയിട്ടോടാ? അവരിവിടെ കൈയിട്ടോ? താക്കോലെടുത്തോ ഇവിടെ നിന്ന്? അവര് ഇവിടുന്ന് ആരെങ്കിലും താക്കോലെടുത്തായിരുന്നോ? അവരെടുത്തോ? പിന്നെ വണ്ടിയുടെ താക്കോലെന്തി? എന്നിട്ട് താക്കോലില്ലല്ലോ. എന്നിട്ട് ഇതിനകത്ത് താക്കോലില്ലല്ലോ. താക്കോലില്ലടാ. താക്കോലില്ലടാ. പോകണ്ട, നമുക്കിവിടെ കിടക്കാം. അവർ താക്കോലൂരി കൊണ്ടുപോയതാണ്. നോ ഐഡിയ. കാറിന്റെ താക്കോലി നോക്കാം. ഇല്ലടാ. താക്കോല അവര് കൊണ്ടുവന്ന് തന്നെ. അവരെ താക്കോലും കൊണ്ട് പോയടാ.
ആ പോലീസിന്റെ ജീപ്പ് അവിടെ എത്തിന്ന് പറ. പോലീസിന്റെ താക്കോലല്ലോ. പോലീസ് ഇവിടെ വന്നിട്ട് എന്താ കാര്യം? താക്കോല് വേണ്ട വണ്ടിക്ക്? അവിടെ പോവാ. അവരെന്തായാലും താക്കോലൂരി കൊണ്ടുപോയതാണ്. നമ്മളെ പുറകോട്ട് പോയപ്പോഴേ അവരെ താക്കോലൂരി കൊണ്ടുപോയതാണ്. എന്നാ പിന്നെ വണ്ടി അവിടെ കിടന്നോട്ടെ. വാ നമുക്ക് പോവാം. അതാ ചെരുപ്പെടുത്തോ. എന്തിന് പോലീസ് വരട്ടെ? എന്തായാലും എന്റെ നിലപാട് ഞാനിവിടെ പറഞ്ഞു. ഇതിനകത്ത് ഇന്ന് തീരുമാനമില്ലാതെ ഞാൻ പാർക്കിംഗ് ഫീസ് കൊടുക്കത്തില്ല. അവർക്ക് എന്റെ കയ്യിൽ നിന്ന് പാർക്കിംഗ് ഫീസ് അവർക്ക് പിരിക്കണമെങ്കിൽ 475 പ്രകാരമുള്ള ലൈസൻസ് വേണ്ട. 475 പ്രകാരമുള്ള ലൈസൻസ് എന്നെ കാണിച്ചു തന്നേ പറ്റൂ. അത് കാണിക്കാതെ ഞാൻ എന്തായാലും ഇവിടുന്ന് പാർക്കിംഗ് ഫീസ് കൊടുക്കില്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട്. ഞാൻ വിളിച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂറാവാറായി. ഇതേവരെ കേരള പോലീസ് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവിടം വരെ വരാനായിട്ട് പോലീസിന് ഇതേവരെ സൗകര്യം ഒത്തിട്ടില്ല. എനിക്കതേടാ മാസ്ക് ഇട്ടോ. മാസ്ക് ഇട്ടുന്നോ? നമസ്കാരം. തടഞ്ഞു വെച്ചേക്കുവാണ്. എൻ്റെ വണ്ടി തടഞ്ഞു വെച്ചേക്കുവാണ്. എനിക്ക് വീട്ടിൽ പോകണം. എൻ്റെ കൂടെ കൊച്ചുണ്ട്. ലൈവാണ്. നിന്റെ വണ്ടി കയറിയിരിക്കും. അല്ല സാറേ, ഫേസ്ബുക്ക് ലൈവ് ഓഫ് ചെയ്യാം. നമ്മൾ ഓഫീഷ്യലാണ് സംസാരിക്കുന്നത്. ഞാൻ ഒരു മിനിറ്റ് ഞാൻ അവർ സംസാരിക്കണം. ഫേസ്ബുക്ക് ലൈവ് ഓഫ് ചെയ്യാനാണ് അവർ പറഞ്ഞേക്കണത്. ഫേസ്ബുക്ക് ലൈൻ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. അവരവിടെ ഇരുന്ന് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. കാരണം ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടത്താനല്ല. കഴിഞ്ഞ ദിവസം കേരള പോലീസ് മാളിൽ വന്നിട്ട് ഒരുത്തനോടൊരു പാർക്കിംഗ് ഫീസ് അടയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അത് പറഞ്ഞത് ഞാൻ തന്നെയാണ് എടുത്ത് പബ്ലിഷ് ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം അവർ തന്നെ ഓൾറെഡി ലുലു ഫ്രീ പാർക്കിംഗ് എന്ന്
ബോർഡൊക്കെ വെച്ച് അവർ തന്നെ വലിയൊരു പബ്ലിസിറ്റിയൊക്കെ കൊടുത്ത ആളുകളെ വീണ്ടും കയറ്റി പാർക്കിംഗ് ഫീസ് പിരിച്ചതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം തുടർ നടപടികളൊക്കെ ആയിട്ട് മുന്നോട്ട് തന്നെ പോയത്. എന്തായാലും എൻ്റെ കയ്യിൽ നിന്നും പാർക്കിംഗ് ഫീസ് പിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ പോലീസ് എന്നോട് കൊടുക്കാൻ ആവശ്യപ്പെടണമെങ്കിൽ അവർക്ക് 447 പ്രകാരമുള്ള ലൈസൻസ് കാണിച്ചേ മതിയാകും. അല്ലാതെ പോലീസിന് എന്നോട് പാർക്കിംഗ് ഫീസ് എന്നല്ല, ഒരാളോടും പാർക്കിംഗ് ഫീസ് അടയ്ക്കാൻ പറയാൻ പോലീസിന് പറ്റത്തില്ല. അത് കോടതിയിൽ നിൽക്കുന്ന കേസാണെങ്കിലും അല്ലെങ്കിലും. ഇനി DGPക്ക് കൊടുത്തേക്കണ പരാതിയുടെ പുറത്തും ഇദ്ദേഹം എൻ്റെ ഭീഷണിപ്പെടുത്തി പണം തട്ടി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കേസ്. എന്തായാലും അവരെന്താ പറയുന്നത് എന്നുള്ളതും കൂടി നമുക്ക് നോക്കിയിട്ട് നമുക്ക് അടുത്ത നടപടികൾ നോക്കാം. നമസ്കാരം. അവിടെ വെച്ചുകൊണ്ട് എൻ്റെ ഫോൺ ഓഫായി പോയത് കൊണ്ടാണ് ലൈവ് അവിടെ വെച്ച് കട്ടായി പോയത്. കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്നും 2 പോലീസുകാരും ഒരു ഡ്രൈവറുമാണ് വന്നത്. എന്നോട് പറഞ്ഞു അത് തുറന്നു കൊടുത്ത് എന്നെ പറഞ്ഞു വിടാൻ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെനിക്ക് തുറന്നു തന്നു, പുറത്തേക്ക് പോന്നു. നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് അതിൻ്റെ CCTV ക്യാമറ അവിടെ നിന്ന് പരിശോധിക്കാം. ഫീസ് അടയ്ക്കില്ല എന്നുള്ളത് എൻ്റെ ഉറച്ച നിലപാടുകളാണ്. ഫീസ് അടയ്ക്കാം. ഫീസ് അടയ്ക്കണമെങ്കിൽ ലൈസൻസ് കൃത്യമായിട്ട് 475 പ്രകാരമുള്ള ലൈസൻസ് എന്നെ കാണിച്ച് അത് പൊതുജനങ്ങൾക്ക് കാണുന്ന തരത്തിൽ അവിടെ പ്രദർശിപ്പിച്ച് വെക്കണം. പോലീസ് വന്നപ്പോൾ അവർ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ പോലീസിൽ കൊണ്ടുവന്ന് കൊടുത്തോളാൻ പറഞ്ഞു. പോലീസ് പറഞ്ഞു ഞാൻ പരാതി കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഇനി പരാതി കൊടുക്കണമെന്ന് അവർക്ക് അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ, നിങ്ങൾക്കും ആഗ്രഹമാണെങ്കിൽ ഞാൻ പരാതി കൊടുക്കാം. പക്ഷെ എൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ 6/6/2022 ലുലു ഗ്രൂപ്പ് എന്നെ ഭീഷണിപ്പെടുത്തി 50 രൂപ പണം തട്ടിയെടുത്തു എന്ന് പറഞ്ഞ പരാതി കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഓൾറെഡി കിടപ്പുണ്ട്. അതിലെന്തുകൊണ്ടാണ് FIR ഇടാൻ പോലീസിനും തയ്യാറാവാത്തത്? അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ DGPക്ക് ഞാൻ ഇതിൻ്റെ തുടർ നടപടി എന്നോളം പോലീസിന് FIR ഇടാൻ നിർദ്ദേശം കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പരാതി വീണ്ടും കൊടുത്തിട്ടുള്ളതാണ് DGPക്ക്. ലുലുവിൻ്റെ പരാതിയിൽ മാത്രമേ FIR ഇടാൻ പാടുള്ളൂ എന്ന് ഈ രാജ്യത്ത് നിയമമുണ്ടോ? ലുലു മാള് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇവർ കട്ടെടുത്തേക്കണ തുക എന്ന് പറയുന്നത് 162 കോടി രൂപയാണ്. ഒരു സാധാരണക്കാരൻ ഒരു ഹോസ്പിറ്റലിൽ പോകാൻ പോലും അവന് പറ്റാത്ത സാഹചര്യത്തിലാണ്. അവന് ഹോസ്പിറ്റലിൽ പോയ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമ്മുടെ നികുതി പണം എടുത്ത് നമ്മൾ മേടിക്കുന്ന ഓരോ സാധനത്തിനും സർക്കാർ
ലോകത്ത് ഇന്ന് വേൾഡിലില്ലാത്ത അത്രയും ടാക്സ് ഈടാക്കിക്കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പിഴിഞ്ഞിട്ടും സർക്കാർ ഹോസ്പിറ്റലിൽ നിയമിച്ച് അവിടെ ഡോക്ടറെ കാണണമെങ്കിൽ അല്ലെങ്കിൽ മറ്റേ ചീട്ടെടുക്കണം, ഫീസ് മേടിക്കണം. ഇതെന്ത് രാജ്യമാണ്? അതിന് പോലും ഗതിയില്ലാത്ത നിരവധി ആളുകളുള്ള ഒരു രാജ്യത്താണ് ലുലു ഗ്രൂപ്പ് ഇതേപോലെ വ്യാജരേഖ 447 പ്രകാരമുള്ള ലൈസൻസ് എന്ന് പറയുന്നത് കടമുറികൾക്ക് കൊടുക്കുന്ന ലൈസൻസാണ്. ആ കടമുറികൾക്ക് കൊടുക്കുന്ന ലൈസൻസ് വെച്ചുകൊണ്ടാണ് ഇവൻ പാർക്കിംഗ് ഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഇതേവരെ പിരിച്ച് 162 കോടി കൊള്ളയടിച്ചേക്കണത്. ഈ കൊള്ളയടിച്ച തുക വെച്ചുകൊണ്ടാണ് ഇവർ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമായിട്ട് നിരവധി നിക്ഷേപങ്ങൾ നടത്തി അതിൽ നിന്നും കിട്ടിയ മൂലധനമാണ് ഇവരുടെ മൂലധനം. ഇതിനകത്തെ പല ഡയറക്ടർമാരും മുൻകാലങ്ങളിൽ യാതൊരു സാമ്പത്തിക അടിത്തറയും ഇല്ലാതിരുന്നവരാണ്. നിങ്ങൾക്കറിയാവുന്നതാണ് പലർക്കും. അപ്പോൾ ഇതേപോലെയുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടത്തിയതിൻ്റെ പേരിലാണ് ഇയാൾക്ക് ഇത്രമാത്രം കോടികൾ ആസ്തി വന്നത്. ഇവിടെ സാധാരണക്കാരൻ ഒരു ചെറിയൊരു കട, ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഇട്ടാൽ അത് കുറച്ച് വർഷങ്ങൾ, ഒരു 2-3 വർഷത്തിനുള്ളിൽ ആ കടകളൊക്കെ പൂട്ടിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? അതിൽ നിന്ന് വലിയ പ്രോഫിറ്റുകളില്ലാത്തതുകൊണ്ടാണ്. ഇങ്ങേര് മാത്രം ഇത്രയും വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റണത് എങ്ങനെയാണ്? അപ്പോൾ ഇതേപോലെയുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടത്തിയിട്ടാണ് ഈ പറയുന്ന പാർക്കിംഗ് ഫീസ്, അങ്ങനെ നിരവധി ഇല്ലീഗൽ ആക്ടിവിറ്റീസ് പുള്ളിക്കുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് പോലീസ് അന്വേഷിക്കണം. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം 6/6/2022 ഞാൻ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. എൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് FIR എടുത്തതന്നെ. FIR ഇട്ട് അങ്ങനെ ഒരു സംഭവം ഇല്ലയെന്ന് പറയട്ടെ. അപ്പം ഞാൻ വ്യക്തമായ രേഖകൾ സഹിതം ഞാൻ വരാം. അല്ലെങ്കിൽ എൻ്റെ മൊഴി എടുക്കട്ടെ പോലീസ്. എൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് മൊഴിയെടുക്കാതെ സുപ്രീം കോടതി ഡിസിഷൻ ഉണ്ടല്ലോ, ഇതിനകത്ത് ഒരു ഒഫൻസ് നടന്നിട്ടുണ്ടെങ്കിൽ ആ സമയം തന്നെ പോലീസ് FIR രജിസ്റ്റർ ചെയ്യണമെന്ന് സുപ്രീം കോടതി ഡിസിഷൻ ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്യാത്തത്? അപ്പോൾ ഇവർക്ക് ഈ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ സാമ്പത്തിക ലാഭം മേടിച്ചുകൊണ്ടാണോ? ആണ്. അല്ല എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം കഴിഞ്ഞ തവണ ലുലു മാളിൽ ഒരുത്തം പാർക്കിംഗ് ഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യോത്തരം ഉന്നയിച്ചിരുന്നു. അന്ന് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്നും എന്നെ വിളിച്ചിട്ടാണ് അയാൾ പറഞ്ഞത് പാർക്കിംഗ് ഫീസ് പിരിക്കാൻ പാടില്ലേ എന്നാണ് എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു പിരിക്കാൻ അവർക്ക് ലൈസൻസ് ഇല്ല, ലൈസൻസ് ഉണ്ടോ എന്ന് അവരോട് ചോദിക്കാൻ പറഞ്ഞു. കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെ SI വന്നിട്ട് പറഞ്ഞത് പാർക്കിംഗ് ഫീസ് കൊടുത്തിട്ട് പോകാനാണ് പറഞ്ഞത്. അങ്ങനെ പറയാൻ പോലീസിന് എന്താ അധികാരം? അത് തന്നെയാണ് ഇപ്പോൾ എന്നോട് വേറൊന്നും പറഞ്ഞൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി ഉണ്ടോയെന്ന് പറഞ്ഞു. എനിക്ക് പരാതി ഉണ്ടെന്ന് പറഞ്ഞു. പരാതി ഞാൻ കൂടുതൽ പറയേണ്ടതിനാണ്. ഞാൻ 6/6/2022 കൊടുത്ത എൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് FIR എടുത്ത് തന്നെ. പാർക്കിംഗ് ഫീസ് അടയ്ക്കണമെങ്കിൽ അവന് ലൈസൻസ് കൊണ്ടുവന്ന് കാണിക്കണം. ലൈസൻസ് 475 പ്രകാരമുള്ള ലൈസൻസ് കൊണ്ടുവന്ന് കാണിക്കാതെ ഞാൻ പാർക്കിംഗ് ഫീസ് അടയ്ക്കില്ല. അത് കാണിക്കാനായിട്ട് അവൻ എന്താ തയ്യാറാവാത്ത? പിടിച്ചു വരികയല്ല അവൻ നടത്തണത്. 10-20 ഗുണ്ടകളെ കൊണ്ടുവന്ന് എന്നെ ഭീഷണിപ്പെടുത്തി ഞാൻ പേടിക്കാനായിട്ട്. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കണ കൊച്ചൊന്നുമല്ല. പോലീസ് ഇവിടെ ജനസേവനത്തിനുള്ളതാണ്, അല്ലാണ്ട് യൂസഫ് അലിക്ക് മറ്റേ സല്യൂട്ട് അടിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. എൻ്റെ പരാതിയിൽ പോലീസ് FIR ഇടണമെന്നേ. FIR ഇട്ടില്ലെങ്കിൽ എനിക്കറിയാം എങ്ങനെ FIR ഇടിക്കണം എന്നുള്ളതും. ഇത് തന്നെയാണ് എൻ്റെ തീരുമാനം. അതുകൊണ്ടാണ് എന്നെ അവിടെ വെച്ചിട്ട് പാർക്കിംഗ് ഫീസ് അടയ്ക്കാനോ ഒന്നും പറഞ്ഞില്ലല്ലോ പോലീസ് വന്നപ്പോൾ. എന്നോട് തുറന്നു കൊടുക്കാൻ പറഞ്ഞു, തുറന്നു കൊടുത്തു, ഞാൻ പോന്നു. ഇത്രയേ ഉള്ളൂ. ഒരു ജനം അതിനകത്ത് പ്രതികരിക്കുമ്പോഴാണ് അതിലൊരു നീതി നടപ്പാക്കുക. ഞാൻ അത്രയും നേരം ഞാൻ അവിടെ ഒരു ലൈവ് വിളിച്ചിട്ട് ഒരാൾ മാത്രമാണ് അവിടെ വന്നത്. ബാക്കിയുള്ള വാഹനങ്ങളിലുണ്ടായ പലരും അതിലെ വഴി തിരിഞ്ഞ് മാറിപ്പോവുകയാണ് ചെയ്തത്. അത് ലൈവ് കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റാതിരുന്നത് എൻ്റെ ഫോൺ ഓഫായി പോയതുകൊണ്ടാണ്. എന്തായാലും ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. കഴിഞ്ഞ തവണ പലപ്പോഴും ആളുകളിൽ പാർക്കിംഗ് ഫീസ് കൊടുത്തുകൊണ്ട് പോകണമെന്ന് പോലീസ് പറയുമ്പോൾ ഇന്ന് ഞാൻ പോലീസിനെ വിളിച്ചു. 112 ആദ്യം വിളിച്ചത്. പോലീസ് അവിടെ വന്നു. പോലീസല്ല, കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് പോലീസുകാർ വന്നത്. കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വന്നിട്ട് തുറന്നു കൊടുക്കാൻ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുറന്നു തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പാർക്കിംഗ് ഫീസ് അടയ്ക്കാതെയാണ് ഞാൻ പോകുന്നത്. എന്തായാലും ഇനി ഇതേപോലെയുള്ള പ്രവൃത്തികൾ എന്നെ തടഞ്ഞു നിർത്തും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട്
എന്തായാലും എല്ലാവരുടെയും പരാതി കൊടുക്കുക. പാർക്കിംഗ് ഫീസ് അടക്കം എടുത്തിട്ട് കളമശ്ശേരി സ്റ്റേഷൻ പരിധിയിൽ പരാതി കൊടുത്താൽ ആ പരാതിക്ക് കൊടുക്കുന്ന എമൗണ്ടും ആ ബാക്കിയുള്ള തുകയും തിരിച്ചു കിട്ടാനുള്ളതാണ്. കാരണം അവൻ ഇപ്പോഴും പിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കഴിഞ്ഞ ദിവസം അവരവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, ലുലു മാൾ കസ്റ്റമേഴ്സ് ഫ്രീ പാർക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ ബോർഡ് വെച്ച് കളിയാക്കി പറഞ്ഞ് പറ്റിച്ചുകൊണ്ടാണ് ഇവൻ ഇതേപോലെ പാർക്കിംഗ് ഫീസ് പിരിക്കണത്. അബ്ദു മരിയം വ്യാജ അക്കൗണ്ടൊക്കെ ഉണ്ടാക്കി എന്നെ തെറി പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, തെറി പറയണതൊക്കെ നല്ലതാണ്. അത് ആളും തരവൊക്കെ നോക്കി പറയണമായിരിക്കും കുറച്ചും കൂടി അഭികാമ്യം. അല്ലെങ്കിൽ ഞാൻ സൈബർ ക്രൈം പ്രകാരം ഞാൻ സൈബർ സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കും. എല്ലാവരോടും പറയുന്ന പോലെ എൻ്റെ പുറത്തോട്ട് കയറി ആരും പറയാമെന്ന് വിചാരിക്കരുത്. അതെനിക്ക് കേൾക്കണത് എനിക്ക് അത്രയുള്ള സുഖമുള്ള കാര്യവുമല്ല. വ്യാജ അക്കൗണ്ടൊക്കെ ഉണ്ടാക്കണം നല്ലതാണ്. ആ അക്കൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് എന്നെ തെറി പറയാനായിട്ട് വരണ്ട, അതത്ര നല്ലതാവുകയില്ല. അപ്പോൾ 475 പ്രകാരമുള്ള ലൈസൻസ് ഇല്ലാതെയാണ് അവൻ ഇന്നലെയും പാർക്കിംഗ് ഫീസ് പിരിച്ചിട്ടുള്ളത്. ഇന്നും ഇപ്പം എന്നെ തടഞ്ഞു നിർത്തിയവൻ പാർക്കിംഗ് ഫീസ് ഞാൻ കൊടുക്കും, അല്ലെങ്കിൽ പലരോടും പറഞ്ഞിട്ടുള്ളത് ഞാൻ എപ്പോൾ വന്നാലും അവന് പാർക്കിംഗ് ഫീസ് കൊടുത്തുകൊണ്ടേ പോകൂ എന്നൊക്കെ അവൻ പലരോടും പറയുന്നത് ഞാൻ കേട്ടാണ്. ഞാൻ പാർക്കിംഗ് ഫീസ് കൊടുക്കില്ല. കൊടുക്കണമെങ്കിൽ കളമശ്ശേരി മുനിസിപ്പാലിറ്റി 475 പ്രകാരമുള്ള ലൈസൻസ് കൊടുത്ത ലൈസൻസ് അവിടെ പ്രദർശിപ്പിച്ച് കാണിക്കണം. അങ്ങനെ അവൻ പ്രദർശിപ്പിച്ച് അവിടെ കാണിച്ചാൽ അതിൻ്റെ പിറ്റേ ദിവസം മാള് പൊളിക്കാനുള്ള ഉത്തരവുമായിട്ട് ഞാൻ സുപ്രീം കോടതിയിൽ നിന്ന് വരും. കാരണം ഒരു മാള് പണിയുമ്പോൾ അതിന് മതിയായ കാർ പാർക്കിംഗ് ഏരിയ വേണം. ആ പാർക്കിംഗ് ഏരിയ അവൻ വേറൊരു പർപ്പസിലേക്ക് മാറ്റിയതുകൊണ്ടാണ് ഇപ്പം ഞാൻ കേരള ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ മാള് പൊളിച്ച് കളയണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇനി അവൻ ഒരിക്കലും ആ ഒരു ലൈസൻസ് ഇനി അവൻ എത്ര വ്യാജമായിട്ടുണ്ടാക്കിയാലും അവനത് കോടതി കൊണ്ടുവന്ന് ഹാജരാക്കാൻ പോണില്ല. കാണിച്ചാലും മാള് അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ പൊളിപ്പിക്കും. അത് സുപ്രീം കോടതി ഇതിന് മുൻപ് മരട് ഫ്ലാറ്റ് പൊളിച്ച പോലെ കേരളത്തിലെ ആദ്യത്തെ മാള് പൊളിക്കുന്നത് എൻ്റെ ഉത്തരവിലായിരിക്കും. അതാണ് ഞാൻ ജനങ്ങൾക്ക് തന്നെ ഉറപ്പും. എൻ്റെ ഫോണിപ്പോൾ ഓഫായി പോകും. ഞാൻ നേരത്തെ ഫോൺ ചാർജ് തീർന്നു പോയതുകൊണ്ട് അതിൻ്റെ ബാക്കി കണ്ടിന്യൂസ് എന്താണ് എന്ന് പറയാൻ വേണ്ടി മാത്രം ലൈവിൽ വന്ന് കയറിയതാണ്.